ലോകത്തെ നമ്പർ 1 കമ്പനിയിൽ എന്തില്ല സെയിൽസ്മാൻ ഇല്ല. എന്താണ് മാർക്കറ്റിംഗ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് ഈസ് പുള്ളിങ്. മാർക്കറ്റിംഗ് പുള്ളിങ് ആണ്, വലിക്കലാണ്. ആൻഡ് വാട്ട് ഈസ് സെയിൽസ്? ഇറ്റ് ഈസ് പുഷിങ്. ആർക്ക് സയൻസ് നന്നായിട്ട് മനസ്സിലായോ അവർക്ക് നന്നായിട്ട് ആർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. Greenlives Coaching and Training Solution. Those who understand the science very well can perform the art very well. ആർക്ക് സയൻസ് നന്നായിട്ട് മനസ്സിലായോ അവർക്ക് നന്നായിട്ട് ആർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. If you understand the science very well, then you can apply the art easily. സയൻസ് മനസ്സിലായ ആളുകൾക്ക് ആർട്ട് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. സയൻസ് മനസ്സിലാക്കാതെ ആർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവില്ല, കൺവേർഷൻ ഉണ്ടാവില്ല, കൺവേർഷൻ കുറയും. അപ്പോൾ എന്താണ് സെയിൽസിലെ സയൻസ്? ദിസ് ഈസ് എ സെയിൽസ് പ്രോസസ്. ഒരു സെയിൽസ് പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സെയിൽസ് പ്രോസസ്സിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? വാട്ട് ഈസ് എ സെയിൽ? ആദ്യം നമുക്ക് എന്ത് വേണം? ലീഡ് ജനറേഷൻ. അതാണ് നമ്മൾ ആദ്യത്തെ 5 ക്ലാസ്സിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്നത്തെ കാലത്ത് ആക്ച്വലി പുഷിംഗ് ടൈം ഈസ് ഓവർ. ഇറ്റ്സ് ആക്ച്വലി പുള്ളിങ്. മാർക്കറ്റിംഗ് ഈസ് പുള്ളിങ്, സെയിൽസ് ഈസ് പുഷിംഗ് അല്ലേ? വാട്ട് ഈസ് മാർക്കറ്റിംഗ്? എന്താണ് മാർക്കറ്റിംഗ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് ഈസ് പുള്ളിങ്. മാർക്കറ്റിംഗ് പുള്ളിങ് ആണ്, വലിക്കലാണ്. ആൻഡ് വാട്ട് ഈസ് സെയിൽസ്? ഇറ്റ് ഈസ് പുഷിംഗ്. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, പുഷിംഗ് ടൈം ഈസ് ഓൾമോസ്റ്റ് ഓവർ. പുഷിംഗ് ടൈമിന്റെ കാലം കഴിഞ്ഞു. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് അവർ ലാർജസ്റ്റ് റീറ്റെയിലർ ഇൻ ദ വേൾഡ്? ഹു ഈസ് ദ ലാർജസ്റ്റ് റീറ്റെയിലർ നൗ? ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ഏതാ? ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ഏതാ? ഏറ്റവും വലിയ കമ്പനി ഏതാ? ഏറ്റവും വലിയ കമ്പനി ഏതാ? ബിഗ്ഗസ്റ്റ് റീറ്റെയിലർ ആരാന്ന്? വാൾമാർട്ട് ആയിരുന്നു 2019 വരെ. ഇപ്പോൾ വാൾമാർട്ട് അല്ല, ആമസോൺ ആണ്. ആമസോണ് വാൾമാർട്ടിന് ബീറ്റ്. ഇപ്പോൾ ആമസോൺ ആണ്. ഈസ് ദർ എനി സെയിൽസ്മാൻ ഇൻ ആമസോൺ? ഡിഡ് യു സീ എനി സെയിൽസ്മാൻ ഇൻ ആമസോൺ? ലോകത്തെ നമ്പർ 1 കമ്പനിയിൽ നിങ്ങൾ സെയിൽസ്മാനെ കണ്ടിട്ടുണ്ടോ? ആമസോൺ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ആമസോണിൽ സെയിൽസ്മാനെ കണ്ടിട്ടുണ്ടാവും. ഡെലിവറി ബോയ് ഉണ്ടാവും. ദാറ്റ് ഈസ് നോട്ട് എ സെയിൽസ്മാൻ. ആമസോണിൽ സെയിൽസ്മാൻ ഉണ്ടോ? ഹലോ, ഇല്ല. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമോ? സെയിൽസ്മാൻ ഇല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. സോ സെല്ലിംഗ് എന്ന് ലോകത്തെ നമ്പർ 1 കമ്പനിയിൽ എന്തില്ല സെയിൽസ്മാൻ ഇല്ല. അതായത് ഇനി മാർക്കറ്റിങ്ങിന്റെ കാലമാണ്, പുള്ളിങ്ങിന്റെ കാലമാണ്. പുഷിങ്ങും അല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം കസ്റ്റമർക്ക് അത്രയും അവയർനെസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സെയിൽസ് പൂർണ്ണമായി നിൽക്കും എന്നല്ല പറഞ്ഞത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗ് ആണ്, ലീഡ് ജനറേഷൻ ആണ്. ലീഡ് ജനറേറ്റ് ചെയ്താലേ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലീഡ് അതായത് ഇനി 2 കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഒന്ന്, ലീഡ് ജനറേറ്റ് ചെയ്യുക. 2, വന്ന ലീഡിനെ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുക. കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുത്തിട്ട് കസ്റ്റമറെ നിലനിർത്തുക. കസ്റ്റമറെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക? ലീഡ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസ് ഒന്നാമത്തെ സെല്ലിങ്ങിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ലീഡ് ജനറേഷൻ. ലീഡ് ജനറേറ്റ് ചെയ്യണം, എൻക്വയറി ജനറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്ത് വേണം? സസ്പെക്റ്റിംഗ് ചെയ്യണം. സെയിൽസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സസ്പെക്റ്റിംഗ് ചെയ്യണം. സസ്പെക്റ്റിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ വന്ന എല്ലാ ലീഡുകളും എന്തല്ല സെയിലാവില്ല. അപ്പോൾ നമുക്ക് സസ്പെക്റ്റിംഗ് ചെയ്യാൻ പറ്റണം. അത് ഞാൻ എന്താണെന്ന് പറയാം. പിന്നെന്ത് വേണം? പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം. സസ്പെക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം. പ്രോസ്പെക്റ്റിംഗ് ചെയ്താൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്രോച്ച് ചെയ്യണം. കസ്റ്റമർ അപ്രോച്ച് ചെയ്യണം. സസ്പെക്റ്റിംഗ് ചെയ്തു, പ്രോസ്പെക്റ്റിംഗ് ചെയ്തു, പിന്നെ നമ്മൾ കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്നു. അത് ടെലികോളിംഗ് ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്രോച്ച് ആവാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ആവാം, അതല്ലെങ്കിൽ മേ ബി സൂം മീറ്റിംഗ് ആവാം. പക്ഷേ കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു. കസ്റ്റമറെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഹാൻഡിലിംഗ് ദ ഒബ്ജെക്ഷൻസ്. അവിടുന്ന് ഒബ്ജെക്ഷൻസ് വരും. ഏത് പ്രോഡക്റ്റും സർവീസും നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജെക്ഷൻസ് വരും. മാർക്കറ്റിൽ നിന്ന് ഒബ്ജെക്ഷൻ വരും. യുവർ പ്രൈസ് ഈസ് ടു ഹൈ. നിങ്ങളുടെ സാധനത്തിൻ്റെ വില കൂടുതലാണ്, നിങ്ങളുടെ കോഴ്സ് ഫീ കൂടുതലാണ്, നിങ്ങളുടെ ട്രെയിനിങ് ഫീ കൂടുതലാണ്, നിങ്ങളുടെ കോച്ചിങ് ഫീ കൂടുതലാണ്, നിങ്ങളുടെ സർവീസ് ഫീ കൂടുതലാണ്. യുവർ പ്രൈസ് ഈസ് ടു ഹൈ. ദിസ് ഇസ് എ കോമൺ ഒബ്ജെക്ഷൻ. Greenlives Coaching and Training Solution.